ഒരു കാര്യം ചെയ്യും, ഇത് കയ്യിൽ വെച്ചോ. ഇത് നിനക്ക് ഉപകരിക്കും. ഇത് ആർക്ക് ഉപകരിക്കുമെന്ന് സമയം പറയട്ടെ. ഇത് സേഫായി വെച്ചോ. നിനക്കത് എത്രയും പെട്ടെന്ന് വേണ്ടിവരും. എന്തൊക്കെയാ നീ പറയുന്നത്? സോറി മിസ്റ്റർ സിദ്ധാർത്ഥ്, ചാരിയറ്റ് ഗ്രൂപ്പ് നിങ്ങളുടെ കമ്പനിയുമായുള്ള എല്ലാ ഡീൽസും ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കൂടാതെ ചെയർമാൻ സാറ് പറഞ്ഞിട്ടുണ്ട് നക്കാപ്പിച്ച ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് വർക്ക് ചെയ്യാനാവില്ലെന്ന്. ഇന്ന് ചാരിയറ്റ് ഗ്രൂപ്പ് എല്ലാ കോൺട്രാക്ട്സും ക്യാൻസൽ ചെയ്താൽ അവർ ഒറ്റ രാത്രിക്കുള്ളിൽ റോഡിലാകും. എന്താ നീ പറഞ്ഞ? എന്ത് ധൈര്യം ഉണ്ടെന്ന് നിനക്ക് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ? ഇനി മുതൽ നീ എന്തെങ്കിലും പറയുന്നതിനും ചെയ്യുന്നതിനും മുൻപ് ഒന്ന് ആലോചിച്ച് ചെയ്യും. മനസ്സിലായോ? ഷനായ, ഇതെല്ലാം ആ ഗൗതം കാരണമാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്ത്? അവൻ എന്ത് ചെയ്യാൻ കഴിയും? അവൻ ഇവിടെ ഒരു ജോലി പോലുമില്ല. എങ്കിലും അവന്റെ മനസ്സിന്റെ ഏതോ കോണിൽ സംശയത്തിന്റെ ഒരു വിത്ത് മുളച്ചു തുടങ്ങി. ഇതിന്റെ പിന്നിൽ എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അടുക്കളയിൽ അവൻ പാത്രങ്ങൾ കഴുകുകയായിരുന്നു. കാലക്രമേണ ഗൗതം എല്ലാ രീതിയിലും മാറിക്കൊണ്ടിരുന്നു. പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവനിയുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇന്ന് ആദ്യമായി അവനിയുടെ കണ്ണുകളിൽ തനിക്കുള്ള ബഹുമാനം അവൻ കണ്ടു. അതോർത്ത് ചിരിക്കുമ്പോഴാണ് അവന്റെ ഫോൺ റിംഗ് ചെയ്തത്. സോറി സർ, ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ സാറിന്റെ സൈൻ വേണം. നാളെ എപ്പോഴാ വരുന്നത്? നാളെ രാവിലെ ഞാൻ ഓഫീസിലേക്ക് വരാം. ഓക്കെ സർ. ഈ രാത്രി ആരോടാ സംസാരിക്കുന്നത്? അത് പിന്നെ ആ ക്രെഡിറ്റ് കാർഡിന്റെ ആളുകളാ. ഈ സമയത്തും വിളിച്ച് ബുദ്ധിമുട്ടിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാ അവരെ കൊണ്ട്. അടുത്ത ദിവസം രാവിലെ ഗൗതം വീട്ടുപണികൾ വേഗം തീർത്ത് ചാരിയറ്റ് കമ്പനിയിലേക്ക് പുറപ്പെട്ടു. അവനിയോട് മാർക്കറ്റിലേക്ക് പോകുന്നു എന്ന് കള്ളം പറഞ്ഞതിനാൽ അവന് വേഗം തിരികെ വരേണ്ടതുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. എല്ലാ സീനിയർ എക്സിക്യൂട്ടീവ്സിനെയും കൂട്ടി ഞാനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സർ. എപ്പോഴാണ് എത്തുന്നത്? മിസ്റ്റർ അഭിനവ് ഗുപ്ത, ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ആരാ പറഞ്ഞത്? ഞാൻ ആരാണെന്ന് ആരും അറിയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഉടൻ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യ്. സോറി സർ, ഇപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യും. ടെൻഷൻ അടിക്കണ്ട, നിങ്ങളെ കുറിച്ച് ആരും അറിയാൻ പോകുന്നില്ല. ഗുഡ്. ഞാൻ നിങ്ങളെ നിങ്ങളുടെ ക്യാബിനിൽ കാണാം. ഓ ബ്രദറില്ലോ, ഇവിടെ എന്താ? വഴി തെറ്റിയോ? ഈ കമ്പനിയിൽ നിങ്ങളെ പോലെയുള്ള ലൂസേഴ്സിന് ഇടമില്ലല്ലോ. അവന്റെ മുന്നിൽ നിന്നിരുന്നത് മറ്റാരുമല്ല, അവനിയുടെ കസിനായ ഷനായയായിരുന്നു. ചെറുപ്പം മുതൽ പല കാരണങ്ങളാൽ അവനിയെ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവനി ചെറുപ്പം മുതൽ സ്മാർട്ടായിരുന്നു, കാണാനും സുന്ദരി. അതായിരുന്നു കാരണം. എന്നാൽ അവനിക്ക് ഗൗതമിനെ പോലെ ഒരു യൂസ്ലെസ് ആയ ഭർത്താവിനെ കിട്ടിയതിൽ അവിടെ കൂടുതൽ സന്തോഷിച്ചത് ഷനായയായിരുന്നു. ഒരു മിനിറ്റ്. കുറച്ചു ദിവസങ്ങൾക്കകം ഷനായയുടെ വിവാഹം നഗരത്തിലെ ഏറ്റവും സമ്പന്നനായ രഘുവീർ പണ്ഡിറ്റിന്റെ ഏകമകൻ സിദ്ധാർത്ഥുമായി നടക്കാനിരിക്കുകയായിരുന്നു. രഘുവീർ ചാരിയറ്റ് ഗ്രൂപ്പുമായി ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു. ചാരിയറ്റ് ഗ്രൂപ്പ് കൊണ്ടാണ് അവന് ജോധ്പൂരിൽ വലിയ സ്വാധീനവും പ്രശസ്തിയും ലഭിച്ചത്. ഈ സ്വാധീനവും പ്രശസ്തിയും കണ്ടാണ് അവനിയുടെ മുത്തശ്ശി ഗായത്രി ദേവി തന്റെ കൊച്ചുമകൾ ഷനായയുടെ വിവാഹം സിദ്ധാർത്ഥുമായി നിശ്ചയിച്ചത്. പതിവ് പോലെ ഷനായയുടെ പരിഹാസങ്ങൾ ഗൗതം ശാന്തമായി കേട്ടുനിന്നു. ശരി, എന്താ നീ പറയാൻ പോകുന്നത്? ഞങ്ങളെപ്പോലുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ പോലും നിനക്ക് സ്റ്റാറ്റസ് ഇല്ല. ഞങ്ങൾ ശേഖരങ്ങളുടെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കാനാ വന്നത്. വേണമെങ്കിൽ നിനക്കും വിവാഹത്തിന് വരാം. നിനക്കായിട്ടേ ഒരു വെയിറ്റർ ജോലി റിസർവ് ചെയ്ത് വെക്കാം. നിന്റെ വിവാഹത്തിൽ വെയിറ്റർ ആവാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഗൗതമിന്റെ സാദാ വേഷം കണ്ട സിദ്ധാർത്ഥ് ഉള്ളിൽ ചിരിച്ചു. പക്ഷേ ഈ ലളിതമായ വേഷത്തിനകത്ത് നിൽക്കുന്നത് ചാരിയറ്റ് ഗ്രൂപ്പിന്റെ ഉടമ തന്നെയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. ഓ, അപ്പോ ഇതാണ് ആ വീട്ടുമരുമകൻ ഗൗതം അല്ലേ? നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഭാര്യയുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവനല്ലേ നീ? ഇന്നൊന്ന് നേരിൽ കാണാൻ പറ്റി. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നിന്നെ പോലെയുള്ള ലൂസേഴ്സിന് ഈ ബിൽഡിംഗിൽ ഒരു സ്ഥാനമില്ല. സോ യു ആക്ച്വലി ഞാനിവിടെ ഒരു ജോബ് ചോദിക്കാനാ വന്നത്. ജോബോ? സീരിയസ്ലി? ഇവിടെ അടിച്ചു വരാനും തുടയ്ക്കാനും പോലും വേക്കൻസി ഇല്ല. ഷനായ,
എനിക്ക് തോന്നുന്നത് ഇവൻ സെക്യൂരിറ്റി ജോലിക്കായിരിക്കും വന്നത്. ഓൾ ദി ബെസ്റ്റ്. ബ്രദർ ഇൻ ലോ, അവനിയുടെ സാലറി വീട്ടു ചെലവിന് തികയുന്നില്ല അല്ലേ? ബട്ട് നിനക്കിവിടെ ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു കാര്യം ചെയ്യ്, ഇത് കയ്യിൽ വെച്ചോ. ഇത് നിനക്ക് ഉപകരിക്കും. ഇതാർക്ക് ഉപകരിക്കുമെന്ന് സമയം പറയട്ടെ. ഇത് സേഫായി വെച്ചോളൂ. നിനക്കത് എത്രയും പെട്ടെന്ന് വേണ്ടിവരും. എന്താ നീ പറഞ്ഞ? എന്ത് ധൈര്യമുണ്ട് നിനക്ക് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ? ഇനി മുതൽ നീ എന്തെങ്കിലും പറയുന്നതിനും ചെയ്യുന്നതിനും മുൻപ് ഒന്ന് ആലോചിച്ച് ചെയ്യും. മനസ്സിലായോ? എന്താ നീ എന്ത് ചെയ്യും? പറ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേബി വിട്ടേക്ക്. ഈ സ്ട്രീറ്റ് റൗഡിയോട് എന്തിനാ സംസാരിക്കുന്നത്? നമ്മൾ വന്ന കാര്യം തീർക്കാം. ഇവൻ അല്ലെങ്കിലും വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഷനായിയും സിദ്ധാർത്ഥും ചെയർമാന്റെ ക്യാബിനടുത്തേക്ക് പോയി നിൽക്കുകയായിരുന്നു. ഗൗതം പറഞ്ഞ വാക്കുകൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നു. അത് വിട് ബേബി. ഇപ്പോഴും ആ വീട്ടുവേലക്കാരനെ കുറിച്ച് ആലോചിക്കുകയാണോ? ഷനായ, അവൻ തെറ്റായ ആളോടാ കളിച്ചിരിക്കുന്നത്. മറുവശത്ത് ഗൗതം നേരെ അഭിനവ് ഗുപ്തയുടെ ക്യാബിനിലേക്ക് നടന്നു. പ്ലീസ് കം സർ. താങ്ക് യു സോ മച്ച് അഭിനവ് ഗുപ്ത. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ രഘുവീർ പണ്ഡിറ്റിനെയും അയാളുടെ മകൻ സിദ്ധാർത്ഥിനെയും അറിയാം? യെസ് സർ, അറിയാം. മിസ്റ്റർ രഘുവീർ വർഷങ്ങളായി നമ്മുടെ കമ്പനിയുമായി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഇന്നു മുതൽ ചാരിയറ്റ് ഗ്രൂപ്പ് രഘുവീറിന്റെ കമ്പനിയുമായി യാതൊരു ബിസിനസ്സും ചെയ്യില്ല. നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്ന എല്ലാ ഡീൽസും ക്യാൻസൽ ചെയ്തേക്ക്. കൂടാതെ മറ്റൊരു കാര്യം കൂടി അറിയിക്കണം, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ അറിയാത്ത ആളുകളുമായി നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ല. കാരണം സ്റ്റാറ്റസ് നോക്കിയല്ല ബിസിനസ് ചെയ്യുന്നത്, ക്യാരക്ടർ നോക്കിയാണ്. സിദ്ധാർത്ഥ്, ഗൗതം ചെയർമാനോട് സംസാരിക്കുന്നത് കാണുമോ? ഗൗതം കൊണ്ടുവന്ന പണത്തിന്റെ പിന്നിലെ സത്യം അവനെ അറിയുമോ? ഗൗതം പറഞ്ഞത് കേട്ട് അഭിനവ് ഗുപ്ത ഉടൻ തന്നെ രഘുവീറിനെ വിളിച്ചു. ഹലോ മിസ്റ്റർ രഘുവീർ, ഞാൻ അഭിനവ് ഗുപ്ത, ചാരിയറ്റ് ഗ്രൂപ്പിന്റെ പുതിയ ചെയർമാനാണ് സംസാരിക്കുന്നത്. യെസ് മിസ്റ്റർ ഗുപ്ത, പറയൂ. നിങ്ങൾക്ക് ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഇന്നു മുതൽ ചാരിയറ്റ് ഗ്രൂപ്പ് നിങ്ങളുമായി ബിസിനസ് ചെയ്യില്ല. നമ്മൾ തമ്മിൽ സൈൻ ചെയ്ത എല്ലാ ഡീൽസും ഇപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യുന്നു. ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ഓഫീസിലേക്ക് എത്തിക്കോളും. ആൻഡ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കും, ചാരിയറ്റ് ഗ്രൂപ്പ് നക്കാപ്പിച്ച ജോലി ചെയ്യുന്ന ആളുകളുമായി വർക്ക് ചെയ്യുന്നില്ല. മറുവശത്ത് സിദ്ധാർത്ഥും ഷനായിയും ചെയർമാനെ കാണാൻ കാത്തിരുന്നു. അകത്ത് കയറിയപ്പോൾ ചാരിയറ്റ് ഗ്രൂപ്പിന്റെ പുതിയ ചെയർമാൻ അഭിനവ് ഗുപ്തയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. സിദ്ധാർത്ഥ് അമ്പരന്നെങ്കിലും അഭിനവ് ഗുപ്തയെ കാണാനും സംസാരിക്കാനും അവൻ ആഗ്രഹിച്ചു. ഇനിയും എത്ര നേരം കാത്തിരിക്കണം? ചെയർമാൻ സാറിനെ വിളിക്കൂ. എന്റെ പേര് സിദ്ധാർത്ഥ് പണ്ഡിറ്റ്. അയാൾ എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. യെസ് സർ. ഓക്കെ സർ, ഓക്കെ. അഭിനവ് ഗുപ്തയോട് സംസാരിച്ച ശേഷം റിസപ്ഷനിസ്റ്റ് സെക്യൂരിറ്റിയെ വിളിച്ചു. ഹലോ സെക്യൂരിറ്റി, ചെയർമാൻ സാറിന്റെ ക്യാബിനിലേക്ക് ഉടൻ വരൂ. ചെയർമാൻ എന്ന വാക്ക് കേട്ടതും സെക്യൂരിറ്റി ഗാർഡ് ഗണ്ണെടുത്ത് ഓടിയെത്തി. എന്താണ് നടക്കുന്നതെന്ന് സിദ്ധാർത്ഥിനും ഷനായയ്ക്കും മനസ്സിലാകുന്നതിന് മുൻപ് ആംഡ് ഗാർഡ് അവരുടെ മുന്നിൽ നിന്നു. ഹലോ, നിനക്ക് ബുദ്ധിയില്ലേ? എന്താ ഈ ചെയ്യുന്നത്? സോറി മിസ്റ്റർ സിദ്ധാർത്ഥ്, ചാരിയറ്റ് ഗ്രൂപ്പ് നിങ്ങളുടെ കമ്പനിയുമായുള്ള എല്ലാ ഡീൽസും ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കൂടാതെ ചെയർമാൻ സാർ പറഞ്ഞിട്ടുണ്ട് നക്കാപ്പിച്ച ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് വർക്ക് ചെയ്യാനാവില്ലെന്ന്. എന്തൊക്കെയാ നീ പറയുന്നത്? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.